എടാ ഞാൻ പറയട്ടെ, അതോടെ അത് പറയാൻ മറന്നുപോയി. കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ എല്ലാ ഗൈസ് ഫോണൊക്കെ നോക്കി പിടിക്കണേ. ഇൻസ്റ്റഗ്രാമിൽ മിസൈല്, ബോംബ്, ആറ്റം ബോംബ്, ഇതൊക്കെയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൂടെ വീഴുന്നതെന്നാണ് പുതിയൊരു അറിവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചൊക്കെ ഫോണൊക്കെ പിടിക്കുക. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും വാറൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നത് പോലെ ഒരു സമാധാനത്തോടെ പൊയ്ക്കൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരുടെ വീഴ്ച അല്ലെങ്കിൽ അസമാധാനക്കേട്, അതെല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇരുന്ന് കണ്ട് കുറച്ച് ദിവസമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഇതെനിക്കിപ്പോഴും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാ ഗൈസ്. അതായത് ഇത്രയും പബ്ലിക്കായിട്ട്, അത് വെച്ചാൽ 10 മില്യണോ 11 മില്യൺ പേരെന്തോ ആണ് അൻവിൻ്റെ ആ വീഡിയോ കണ്ടത്. പക്ഷെ ഇതുവരെ ഒരാൾ പോലും അന്ന് അൻവിൻ്റെ സ്കാമിൽ ഞാൻ പെട്ടു അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഇതുവരെ വരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ നോക്കുക. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനം വരട്ടെ, അല്ലെങ്കിൽ വന്നിട്ട് ഡിസിഷൻ എടുക്കാം എന്നൊരു സാധനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു സാധനം വന്നില്ല. ഞാനും ഇപ്പോഴും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിയാതെ ഇനി നമ്മുടെ ഇതൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. ഞാനും അങ്ങനൊരു വീഡിയോ വരട്ടെ അല്ലെങ്കിൽ ഇറങ്ങട്ടെ എന്നുള്ളൊരു കാര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ ഇരിക്കുക. എന്തായാലും ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ സോൾവ് ആയതിനു ശേഷമേ ഞാനത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഡിഫേമേഷൻ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി അഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരാളെ കോൺടാക്ട് ചെയ്യാൻ, പേരൊന്നും പറയാനില്ല, ഞാൻ രണ്ടുപേരുടെ അതിലൊരാളുടെ അഡ്രസ്സ് ഓൾറെഡി എനിക്ക് കിട്ടി. അത് ഞാൻ ഫോർവേഡ് ചെയ്തായിരുന്നു. രണ്ടാമത്തെ ആൾക്ക് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, ബ്രോ ഞാൻ വാട്സപ്പിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അയച്ചു തരാറില്ല, മെയിലിൽ ഒഫീഷ്യലായിട്ട് എനിക്കൊന്ന് അയച്ചാൽ മാത്രമേ ഞാനിത് റിപ്ലൈ തരുള്ളൂ. സോ ഞാൻ മെയിലിൽ ഒഫീഷ്യലായിട്ട് അയച്ചിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമായി. പുള്ളി ഇതുവരെ അതിന് റിപ്ലൈ തന്നിട്ടില്ല, അഡ്രസ്സ് തന്നിട്ടില്ല. ഞാൻ മെയിലിൽ വരട്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു 2 ദിവസമായിട്ട്. ഇതുവരെ പുള്ളി പറയണത് വാട്സപ്പിൽ പുള്ളി അയക്കൂല, വാട്സപ്പിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അയക്കില്ല ബ്രോ, ഞാൻ എല്ലാം മെയിൽ ത്രൂ മാത്രമേ ഞാനിത് ചെയ്യുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് പുള്ളി എന്നെ സംസാരിച്ചത്. അപ്പോൾ പുള്ളി മെയിൽ അയക്കണം. ചിലപ്പോൾ കുറച്ച് ദൂരത്തുനിന്ന് വരുന്ന മെയിലല്ലേ, കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇവിടെ എത്താൻ, എറണാകുളത്തെത്താൻ മെയിലെത്താൻ സമയം എടുക്കുമായിരിക്കും. നമുക്ക് നോക്കാം, 2 ദിവസത്തോടെ നോക്കണം. ഞാൻ എന്തായാലും നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാൻ. പ്രശ്നം കഴിഞ്ഞപ്പോൾ വേറൊന്നും സംസാരിക്കാൻ പറ്റണില്ല, അതല്ലേ പ്രശ്നം, അതാണ് പുതിയ പ്രശ്നം. ആൻഡ് പിന്നെ ഇന്ന് ഞാൻ നോക്കിയപ്പം TV-യുടെ സസ്പെൻഷൻ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. വളരെ മനസ്സോടെയാണ് അതിൽ കുറച്ച് പേര് സസ്പെൻഷൻ റിവോക്ക് ചെയ്തത് എന്ന് ഉള്ളൊരു കാര്യം എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഗ്യാങ് സസ്പെൻഷൻ ഇല്ല. ഗ്യാങ് സസ്പെൻഷന് പകരം കുറച്ച് പേരുടെ വെറുപ്പ് നമ്മളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഈ സിറ്റുവേഷനായിട്ട് ഒരു ബന്ധമുള്ളവരുടെ കാര്യം ഞാൻ അത് അപ്പോഴേ അന്നേ വിട്ടു. എനിക്ക് അതിൻ്റെ മുകളിൽ വേറെ ഇവരുടെ അടുത്ത് ഗ്രഡ്ജൊന്നും ഇല്ല ഗൈസ്. പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം പോയേക്കുക, അമ്മമാരും വന്നില്ല. ഒരു ദിവസത്തോടെ കഴിയണം, നാളെയും കൂടെ കഴിഞ്ഞാൽ എല്ലാ എണ്ണം തിരിച്ചെത്തും. നാളെ തിരിച്ചെത്തി കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി ബേളങ്ങളൊക്കെ. ഞാനുമായിട്ടല്ല അതിൽ കുറച്ച് പേർക്ക് പ്രശ്നം. അമ്പു ഇവിടെ പോയി ഗൈസ്, അമ്പത്തൂർ ഉടനെ പോവാണ്. സോ അമ്പത്തൂരിന് ദുബായിലേക്ക് പോകണം. സോ അമ്പത്തൂർ ഉടനെ ഗാങ്ങിൽ കുറച്ച് നാളുണ്ടാവില്ല അമ്പത്തൂർ. അവൻ്റെ കാര്യങ്ങളൊക്കെ എന്താ, നെറ്റ് പോയോ, ലൈവ് പോയല്ലോന്നോ? ഓ, അമ്പത്തൂരിൻ്റെ കാര്യമാണോ പറഞ്ഞേ? അതാ ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ കോമൺ ആയിട്ട് അല്ലാതെ പറഞ്ഞതാ. അമ്പത്തൂർ കുറച്ച് നാൾ ഉണ്ടാവില്ല. പക്ഷെ അവൻ പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് എല്ലാം പറഞ്ഞ വണ്ടിയുടെ റിവ്യൂല് തൊട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് പോണത്. അതുകൊണ്ട് വേറെ നിങ്ങൾ അതിലോർത്ത് പേടിക്കേണ്ട. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റാക്കിയിട്ട് അപ്പോൾ നിങ്ങൾ കയറി ലോഞ്ച് ചെയ്താൽ മാത്രം മതി. ഇനി അവൻ്റെ വീഡിയോയും കൂടെ ഇറങ്ങാനുള്ളൂ. വീഡിയോയും കൂടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യുവാണ്. സോ അമ്പത്തൂർ കുറച്ച് നാൾ ഉണ്ടാവില്ല ലൈവിൽ നല്ല RP-യിൽ കുറച്ച് നാൾ ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. പായൽ ഇഷ്യൂ അതെ. ഈ ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ, ഞാൻ അത് കഴിഞ്ഞ വട്ടവും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാമാനം എയും കുണ്ണയൊക്കെ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇതാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വീഡിയോ എടുത്തു വെച്ച് അതിൽ ഏറ്റവും വലിയൊരു ഇതുണ്ടാവും. പുള്ളിക്കാരുടെ ഒരു ഫേക്ക് വീഡിയോ ഇറങ്ങി കേട്ടാ. ഈ വീഡിയോ ഇറങ്ങിയതിനകത്ത് ഇത് അപ്ലോഡ് ചെയ്യുന്ന കുറേ വാണ പേജുകളുണ്ട്. ഈ പേജുകളിൽ അവന്മാർ അതിനകത്ത് ഒരു ബോട്ടും കൂടെ ആഡ് ചെയ്യും. എന്താണെന്നറിയോ? നിങ്ങൾ കമൻ്റ് ഇട്ടാൽ ഇൻബോക്സിൽ ലിങ്ക് അയച്ചു തരാം, കോപ്പ് അയച്ചു തരാം, അത് അയച്ചു തരാം. അത് കണ്ടുകൊണ്ട് ലിങ്ക് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടാൻ കുറേ വാണക്കണ്ടികളുണ്ട്, മനസ്സിലായ? ഫ്രസ്ട്രേറ്റഡ് ഫുണ്ടകൾ. അതിനി റിയൽ ആണോ? ഇപ്പം ഞാൻ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറയാം. ഈ തുണ്ട് കാണുന്നത് ഇതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിൽ ഈ ഇതുപോലത്തെ വെബ്സൈറ്റുകളൊക്കെ
ബാൻഡാ. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, ഇപ്പോൾ ഒരു പോണ ആക്ട്രസോ അല്ലെ ആ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കാണുന്നതിനോ ഒന്നും ഇത് പറയാനോ ഒന്നും ഇവിടെ കൺട്രോൾ ചെയ്യാനോ ഒന്നും ആരുമില്ല. പക്ഷേ ഇങ്ങനെ ഒരാളുടെ സാധനം ഇറങ്ങുക നാളെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ആലോചിച്ചു, ഡ്രീമർ ഗത പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ വെച്ചുണ്ടാക്കി ഇപ്പോൾ വരുവാന്ന് വിചാരിച്ചാൽ നിങ്ങളത് ഉടനെ ഡ്രീമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാതെ നിങ്ങൾ ചാടിക്കേറി അത് ഷെയർ ചെയ്യരുത്. അത് ചെയ്യരുത്. അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ പറയണേ എല്ലാം രണ്ട് സൈഡ് നിങ്ങൾ നോക്കട്ടെ. പുള്ളിക്കാരി ഇപ്പോൾ ലീഗലി മൂവ് ചെയ്യുകയാണെന്നൊക്കെ പറയണുണ്ട്. അപ്പോൾ ഓരോരുത്തന്മാർ ഇത് എടുത്ത് വെച്ച് കളിക്കുന്നവന്മാരൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഷെയർ ചെയ്യണവന്മാരൊക്കെ ആയിരിക്കും ഏറ്റവും എടുത്ത് വെച്ച് പോകണേ. അങ്ങനെ വന്ന് എല്ലാവരെയും പൊക്കുമെന്നൊന്നും അല്ല ഞാൻ പറയണം. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ നോക്കി ചെയ്യുക. പിന്നെ നിങ്ങൾ ഇൻ കേസ് ഒന്ന് ആലോചിച്ച് നോക്കുക കേസ്, നമ്മുടെയൊക്കെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ഉള്ളതല്ലേ. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നുവെച്ചാൽ വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ബോയ് ഫ്രണ്ടിനോടും എല്ലാവരുടെ ബോധിപ്പിക്കേണ്ട അവസ്ഥ വരും. മനസ്സിലായോ? അതൊരു ഭയങ്കര സാധനമാണ്. എലോൺ മസ്ക് ഒക്കെ പറഞ്ഞ കാര്യം എക്സാക്ട്ലി കറക്റ്റ് ആണ്, ഓൺ പോയിന്റ് സാധനമാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറാണ്. നമുക്ക് കുറേ കാര്യങ്ങളിൽ ഹെൽപ്ഫുള്ളാണ്, അത് ശരിയാ. പക്ഷേ ഈ പറയണ സാധനമാണ് പറ്റാത്തത്, ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്. ഒരു മിനിറ്റ് എന്നെ സൈബർ സെല്ലുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ അനീഷ് ബ്രോ. താങ്ക് യു സോ മച്ച്. വൺ ഈഗിൾ ഗെയിമിംഗ് സബ്സ്ക്രിപ്ഷൻ ബ്രോ. താങ്ക് യു സോ മച്ച്. ഡ്രീമർ ലിങ്ക് എടാ ഞാൻ പറഞ്ഞാടാ, അത് ശരിക്കും ഇപ്പൊ കുറെ പേരെ അഫക്ട് ചെയ്യണ കാര്യമാണ്. ഇതില് നമ്മുടെ ഇവിടെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന കുറെ പേര് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ ഒന്നുകൂടെ പറയാം, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ സാധനം നിങ്ങളെല്ലാം ഒന്ന് ഓർത്തിരുന്നു. ഞാൻ ഇപ്പോഴും പറയുവാണേ, നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും, എന്താ സെലിബ്രിറ്റി സ്റ്റാറ്റസോ അല്ലെങ്കിൽ 4 പേര് അറിയാവുന്നവരുടെ ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ടെലഗ്രാമിൽ കിടന്ന് ഓടുന്നുള്ളൂ എന്ന്. അത് വെറും തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ബ്രോ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ആളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്തത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് റിപ്ലൈ ചെയ്താണ്, ചേട്ടാ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, എൻ്റെ സ്വന്തം ചേച്ചിയുടെ ഫോട്ടോ പുള്ളിക്കാരിക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പ്രൊഫൈലിൽ നിന്നാണ്. പുള്ളിക്കാരിക്ക് ഇൻസ്റ്റഗ്രാമിൽ 100 ഫോളോവേഴ്സേ ഉള്ളൂ. 100 ഫോളോവേഴ്സ്. പുള്ളിക്കാരൻ്റെ പ്രൊഫൈലിൽ നിന്നാണ് ഫോട്ടോ എടുത്തേക്കുന്നത്. അത് ഡീപ്പ് ഫേക്ക് ആയിട്ട് പക്ക നേക്കഡ് ആയിട്ട് വന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കാണുമ്പോഴേ അതിൻ്റെ വിഷമം മാത്രം മനസ്സിലാവും. ഗൈസ്, ടെലഗ്രാമിൽ ബോട്ട് വെച്ച് ഇത് ചെയ്യുന്ന കുറേ കുണ്ണകളുണ്ട്, തന്തയില്ലാത്തവന്മാർ, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ വെറുതെ ഒരു ഫോട്ടോ അവിടെ കൊണ്ട് കൊടുക്കുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയുന്നത് ചിലപ്പോൾ ഇവന്മാർക്ക് എക്സ്പോഷർ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, നിങ്ങൾ അത് ഫേസ് ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കണം. നേരെ ചാടിക്കയറി അവിടുത്തെ ചൂടാവോ സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കാതെ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കണം ഓരോ കുണ്ണുകൾ, പറയാതിരിക്കാൻ വയ്യ. ഇവന്മാർ ആ ബോട്ട് വെച്ചിട്ട് AI വെച്ച് ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ആയിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്, ഓരോരുത്തന്മാർ എൻജോയ് ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിലാണ്. ഞാൻ കുറേ കുറേ ആൾക്കാർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തത് ഇതുവരെ ഒരു ഇത് സംഭവിച്ചിട്ടില്ല. നോക്കാം, നിങ്ങൾക്കൊക്കെ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഇത്. കാരണം ഇപ്പം എൻ്റെ പ്രൊഫൈലിൽ നിന്നും എൻ്റെ വൈഫിൻ്റെ പ്രൊഫൈലിൽ നിന്നും ഒക്കെ അവരുടെ സ്വന്തം ഫോട്ടോ എടുത്തിട്ട് ഇത് കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ മാത്രം എന്നല്ല, ഇപ്പോൾ നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാർ, അതുപോലെ അല്ലാതെ ക്രിയേറ്റേഴ്സായിട്ട് വീഡിയോ ചെയ്യുന്ന അങ്ങനത്തെ കുറേ പേരുടെ ഈ സാധനം ചെയ്യുന്നുണ്ട്. നമുക്ക് തടയാൻ വലിയ മാർഗ്ഗങ്ങളൊന്നും ഇല്ലടാ ഇവിടെ. അൺടിൽ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഈ AI വെച്ചിട്ടോ അല്ലെങ്കിൽ ടെലഗ്രാം എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിൽ കൺട്രോൾ കൊണ്ടുവരുന്നത്. ഒന്നും ബാൻ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ആക്സസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. നമുക്ക് സിറ്റിയിലോട്ട് കയറാൻ സംസാരിച്ചുകൊണ്ട് പറയാം. അമിത് ബ്രോ, താങ്ക് യു സോ മച്ച്. ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് അഗെയിൻ. അല്ലാതെ ഞാൻ വേറെ ഒന്നും പറയാനില്ല.